ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഒരു അപ്സൈഡ് ഡൗൺ ഹൗസിലേക്കാണ്. അതിൻ്റെ തലേ ദിവസത്തെ സ്റ്റേ ആണ് ഈ കാണുന്നത്. നമ്മൾ താമസിച്ചതൊരു ഹോളിഡേയിനാണ്. നമ്മൾ വന്നപ്പോഴത്തെ വീഡിയോ എല്ലാം എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇൻഡോറിലുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അതും ടൂറൊന്നും ചെയ്തില്ല. നമ്മൾ അതിനൊന്നും നമ്മുടെ മനസ്സ് സെറ്റായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവർ ഓടുന്നത് നമ്മുടെ ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഒരുപാട് ഹോട്ടലുകളിലൊന്നും ഈ ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ അല്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടിയത് കൊണ്ട് നമ്മൾ എടുത്തു. അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് മക്കൾ രണ്ടും. അപ്പോൾ നമ്മളുടെ ഒരു ഹോട്ടലിൻ്റെ ഒരു ഫോട്ടോ വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് വെളിയിൽ നിന്ന് എടുത്തു. ഹലോ, ഇന്ന് ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാ? അപ്സൈഡ് ഡൗൺ ഹൗസ്. അപ്പൊ തലകുത്തി നിൽക്കുന്ന വീട്ടിലേക്ക് നിങ്ങളെ എല്ലാവരും കൊണ്ടുപോകുന്നതാണ്. ഒരു തരത്തിൽ ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഹൗസ് തന്നെയാണ്. റൂഫ് എല്ലാം ഫ്ലോറിൽ കുത്തി നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അപ്സൈഡ് ഡൗൺ ഹൗസ്. അതിനകത്ത് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അപ്സൈഡാണ്, കണ്ടോ? ചെറിയ അപ്സൈഡാണ്. എല്ലാ സാധനങ്ങളും അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് മൊത്തം അപ്സൈഡ് ഡൗൺ ആയിരുന്നു. നമ്മുടെ റൂഫ് താഴത്തായതുകൊണ്ട് ഫ്ലോർ പൊക്കത്താക്കി അതിനകത്ത് എല്ലാ സാധനങ്ങളും അവർ ഒട്ടിച്ച് വെച്ചേക്കുമെന്ന് തോന്നുന്നു. അപ്പം ഫർണിച്ചേഴ്സും ഇപ്പോൾ ബെഡും എല്ലാം പൊക്കത്തിങ്ങനെ ഇരിക്കുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനും മക്കളും കൂടി അതെല്ലാം പോയി നടന്ന് കാണുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ഇത് കണ്ടോ, അവൾ എത്തിച്ചാടി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് ഒരുപാട് രസമായിരുന്നു കേട്ടോ. കാരണം അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടെയുള്ള ഒരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓടാൻ പാടില്ല. അത് കണ്ടോ, ടേബിളിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അത് കണ്ടപ്പോൾ അവൾക്കത് കഴിക്കണം. അപ്പോൾ അവളത് ചാടി കടിക്കാൻ ശ്രമിക്കുന്ന സീനായിരുന്നു ഇത്. പിന്നെ അങ്ങനെ ഒരുപാട് കുസൃതികളെല്ലാം ചെയ്ത് നമ്മൾ രസമുണ്ട്. കാരണം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ കിച്ചൺ എല്ലാം അപ്സൈഡ് ഡൗൺ. അപ്പം നമ്മൾ ആലോചിക്കുകയായിരുന്നു കിച്ചൺ എങ്ങനെ നമ്മളങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതൊരു ചിന്തയിൽ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായിട്ട് നമ്മളിന്ന് എടുത്തതാണ്. ലൈറ്റുകൾ പിന്നെ നമ്മൾ ഹാങ് ചെയ്യുന്ന കാരണം നമുക്ക് കുഴപ്പമില്ല. കണ്ടല്ലോ, ഇത് ടേബിൾ ലാമ്പല്ല ഫ്ലോർ ലാമ്പാണ്. ചെയർ എൻ്റെ തലയുടെ പൊക്കത്തായിരുന്നു ചെയർ ഇരുന്നിരുന്നത്. അത് കണ്ടപ്പോൾ കോമഡി ആയിരുന്നു. ടേബിളും ചെയറും എല്ലാം നമ്മുടെ തലയുടെ പൊക്കത്ത് ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ബാഗ് എടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല ഗൈസ്, ഒരു തരത്തിൽ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. അവിടെ നിന്നുള്ള ഒരു സീന് നല്ല രസമായിരുന്നു. അതൊരു വലിയ ഹൈ സ്ട്രീറ്റ് പോലത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഓരോ ഭാഗങ്ങളും അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു രസമായിരുന്നു. അതിനിടയിൽ നമ്മുടെ മോൻ ഏതോ ഒരു ജീവിയുടെ വായിക്കകത്തായിപ്പോയി. പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് റൈഡുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു ഏരിയ തന്നെ നല്ല ക്രൗഡല്ല, പക്ഷേ അത് ഭയങ്കര അട്രാക്റ്റഡ് ആക്കി കേട്ടോ. ഇവിടെ കുട്ടികൾ ബോളിനകത്ത് കുട്ടികളെ ഇട്ടിട്ട് അതിനകത്ത് വെള്ളത്തിനകത്ത് അവർ ഓടിക്കളിക്കുന്ന സീനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോരാനുള്ളത് കാറിൽ കയറി. എന്നിട്ടും അവിടുത്തെ സീനുകൾ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് നമ്മളത് ക്യാമറയിൽ പകർത്താനൊരു ശ്രമം നടത്തി. അവിടുത്തെ സൈഡിലുള്ള ലേക്കിൽ. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ബ്രിസ്റ്റോളിലെ സസ്പെൻഷൻ ബ്രിഡ്ജ് വളരെ ഫേമസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഹോട്ട് എയർ ബലൂൺ ഷോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഇത് ആ സമയമല്ലാത്തതിനാൽ നമുക്കത് കിട്ടിയില്ല. ഈ ഒരുപാട് ബ്രിഡ്ജുകൾ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിലാണെന്ന് തോന്നുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ എല്ലാം ഒരുപാട് നല്ല പഴക്കമുള്ളതാണ്. ഈ കാണുന്നത് ഒരു പാറക്കെട്ടാണ്. പക്ഷേ ആ പാറക്കെട്ടത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ. ഇതെല്ലാം മെയിൻ റോഡ് സൈഡിൻ്റെ അടുത്താണ് ഈ പാറക്കെട്ടുകളും. ഈ പ്രകൃതി ഭംഗിയായിട്ടാണ് എനിക്കതെല്ലാം തോന്നിയത്. അപ്പോൾ അതെല്ലാം എനിക്ക് എൻ്റെ ക്യാമറയിൽ പകർത്താനായിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടതിൽ സന്തോഷം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബൈ.